കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോ. ഇന്ന് ഈ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ. ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അളിച്ചത് കർത്താവെ, ആ മക്കളുടെ മേലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത ചൈതന്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ. അവർ ചെന്ന് ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഹോസ്റ്റലിൽ നിന്നും അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും ഓരോരോ കാര്യത്തിനായി ഇന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവർ ഒപ്പിടുന്ന കടലാസ് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സംസാരിക്കുന്ന സംസാരത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നീ തന്നെയായിരിക്കണേ കർത്താവ്. മൂന്നാമതൊരാളായിട്ട് അവിടെ നിൽക്കേണ്ടത് നിന്നെ ഒരു മണ്ണുകളുടെ ഇടയിലുള്ള ഒരു മനുഷ്യൻ കർത്താവ്, നീ ഇന്ന് വിജയശീലാളതിനെ തിരിച്ച് നിൻ്റെ ഭവനത്തിലേക്ക് നീ തിരിച്ചു വരും. നിൻ്റെ ശത്രുക്കൾ നിനക്ക് മുമ്പിൽ നിഷ്പ്രഭമായി പോകുന്നതിന് കർത്താവിൻ്റെ ആത്മാവ് നിന്നെ പ്രവർത്തിക്കാൻ മാതാവിൻ്റെ മധ്യസ്ഥം ഞാൻ നിനക്കുണ്ടാവും. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood and authority of the Catholic Church. കർത്താവ്, ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരെ, ശരീരത്തിൻ്റെ സ്രാവങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് രോഗം കണ്ടുപിടിക്കാൻ പോകുന്നവർ, അവർ ശുഭോദർക്കമായ സന്ദേശം കിട്ടിക്കൊണ്ട് ദൈവത്തിന് മഹത്വപ്പെടുത്താൻ ഇടയാക്കണമേ കർത്താവെ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood. ഈ 2 ഉടമസ്ഥരെ ഞാൻ അവതരിപ്പിച്ചായിരുന്നു ഈ ദിവസങ്ങളിൽ, ഈ സമയത്ത്. എന്തൊക്കെയാണ്? ഒന്ന് യേശു, ഒന്ന് ജോബും. ജോബിനോട് പറഞ്ഞു, നീ എൻ്റെ ദാസനെ കണ്ടോ? ദൈവം അവൻ്റെ ഓണർഷിപ്പ് ടേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. യേശുവിനും അങ്ങനെ തന്നെയാണ്. ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത് 2 ഒരേ ടൈപ്പ് മനുഷ്യരാണ് ശരിക്കും. അതായത് ദൈവപിതാവിന് അംഗീകരിക്കാൻ പറ്റിയ ആൾക്കാർ, ഉടമസ്ഥതയുള്ള ദൈവത്തിൻ്റെ ഉടമസ്ഥത അംഗീകരിക്കുന്ന കാരണം ഇവർ രണ്ടുപേരും, ജോബും അതുപോലെ തന്നെ ഈശോയും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വരും. ദൈവം ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ചില ആൾക്കാർ സമ്മതിക്കത്തില്ല, ഓണർഷിപ്പ് സമ്മതിക്കില്ല. അപ്പം ദൈവത്തിനൊക്കെ ഇഷ്ടമാണ്. ദൈവത്തിനോട് ഇനി പ്രാർത്ഥന വേണേൽ പ്രാർത്ഥന കൊടുക്കാം, വെടി വേണേൽ പെടി കൊടുക്കാം, പുക വേണേൽ പുക കൊടുക്കാം, പൂ വേണേൽ പൂ കൊടുക്കാം, തിരി വേണേൽ തിരി കൊടുക്കാം. എന്നിട്ട് ദൈവത്തിന് അടിച്ചു മാറ്റാവുന്ന ഇങ്ങനെ വിദ്യാധാരണയിൽ ഇങ്ങനെ ഭക്തജീവികൾ ഇങ്ങനെ നടക്കുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും ദൈവത്തിൻ്റെ ആ സമാനത ഓണർഷിപ്പിലേക്ക് വരത്തില്ല. ഓണർഷിപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ട ഈ ഷിഫ്റ്റിംഗ് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണം. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും വിഡ്ഢിയാനും ബുദ്ധിമാനെന്ന് പറയണത്. ബുദ്ധിമാനായ മനുഷ്യനെന്ന് പറയും. ബുദ്ധിമാനായ എന്താണ്? അതായത് ദൈവത്തിൻ്റെ ഓണർഷിപ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിയുണ്ട്. തന്ത്രപരമായ ബുദ്ധിയാണത് ശരിക്കും പറഞ്ഞാൽ. ഈ ബുദ്ധിയോടുകൂടി കർത്താവ് ഓണർഷിപ്പ് അംഗീകരിച്ച് പ്രിയപുത്രനാണെന്ന് പറഞ്ഞാലും ഇത് മനസ്സിൽ ഏറ്റുകൊണ്ടാണ് ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസിന് ആ പ്രലോഭനം വരുന്നത് അവിടെ വെച്ചാണ്. ഈ പ്രിയപുത്രൻ എന്നുള്ള സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിയുമ്പോഴാണ് പിന്നെ പ്രലോഭനങ്ങൾ തുടങ്ങണത്. എന്താണ് പ്രലോഭനത്തെ പറയണത്? എന്താണ് ഈശോയുടെ പ്രലോഭനങ്ങളിൽ ഒന്നാമത്തെ പ്രലോഭനം എന്താണ്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 4:3. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ. കണ്ടാ ഈശോയോട് എന്താ, ഇവൻ ദൈവപുത്രനാണെന്നല്ല നേരത്തെ പറഞ്ഞത്. അതാണ് ഇപ്പം വീണ്ടും ക്വസ്റ്റബിൾ ആയിരിക്കണത്. സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലമാണിത്. എന്താണ്? ദിസ് ഈസ് മൈ ബിലവഡ് സൺ എന്ന് പറഞ്ഞില്ല. ആര് പറഞ്ഞു? പരമപിതാവ് പറഞ്ഞു. അപ്പോൾ അത് സ്റ്റാറ്റസ് ബ്രാൻഡഡായി. എന്നിട്ട് സ്റ്റാറ്റസ് ബ്രാൻഡഡായി കഴിഞ്ഞാൽ ഉടനെ കാലാവസ്ഥ ഭേദം ഉണ്ടാവും.
ദൈവത്തിൽ എനിക്കും ഉണ്ടാകും, നിനക്കും ഉണ്ടാകും. നിൻ്റെ സ്റ്റാറ്റസ് ബ്രാൻഡഡ് ആയി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് അങ്ങനെ നിൽക്കത്തില്ല. ആ സ്റ്റാറ്റസിൻ്റെ വാല്യൂ എന്താ, പ്രൈസ് എന്താണ്, അത് നമുക്ക് കൊടുക്കേണ്ടി വരും.